എൻ്റെ ഇന്നത്തെ വിഷയം ഇത് സമൂഹത്തിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ്. അത് ഡ്രഗ്സ് എങ്ങനെയാണ് മനുഷ്യ മസ്തിഷ്കത്തിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇന്ത്യയെ തന്നെ ബാധിക്കുന്നത് എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. പിന്നെ ഇതേപോലത്തെ കൂടുതൽ അറിവിനായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഡ്രഗ്സ് എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നത്, അതായത് ഡ്രഗ്സ് എങ്ങനെയാണ് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസായി മാറുന്നത്. ഡ്രഗ്സ് എങ്ങനെയാണ് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആവുന്നത് എന്ന് വെച്ചാൽ ന്യൂറോൺസ് കൊടുക്കുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ഡ്രഗ്സിനകത്തുള്ള കെമിക്കൽസ് ബ്ലോക്ക് ചെയ്യും. ഈ ന്യൂറോൺസ് ആണ് ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. മാത്രവുമല്ല, ഈ ഡ്രഗ്സ് ഡൊപ്പാമിൻ എന്നൊരു കെമിക്കൽ ഫോമിനെ ഉണ്ടാക്കും. ഈ ഡൊപ്പാമിൻ കാരണമാണ് നമ്മൾ സന്തോഷിക്കുന്നത്. സാധാരണ ആൾക്ക് പറ്റിയ സംഭവമാണ് ഈ ഡ്രഗ്സ്. കാരണം എല്ലാ ആൾക്കാർക്കും ഇഷ്ടം പോലെ സ്ട്രെസ് ഉണ്ടാകും. ഇത് ന്യൂറോൺസിനെ അടയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ്സിനെ പറ്റി ഒന്നും തന്നെ ചിന്തിക്കില്ല. തലച്ചോറിൽ ഒരു സിഗ്നൽസും എത്താത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് തന്നെയായിരിക്കും. ഇത് വളരെയധികം ഡൊപ്പാമിൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സന്തോഷവാനായി തീരും. പക്ഷേ ഈ ഡ്രഗ്സ് മനുഷ്യൻ്റെ തലച്ചോറിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ന്യൂറോൺസ് നമ്മുടെ തലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ന്യൂറോൺസ് ആണ് നമ്മളെ ഡിസിഷൻ മേക്ക് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്നത്. അതായത് ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ആളിൻ്റെ പകുതി ഐക്യു പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് കാണില്ല. മാത്രമല്ല, ഡ്രഗ്സ് സ്ഥിരം ഉപയോഗിക്കുന്ന ആളിൻ്റെ മനസ്സും ശരീരവും ആ കെമിക്കലിനൊത്തതാവും. അതായത് പണ്ടത്തെയും കാട്ടി കൂടുതൽ ഡ്രഗ്സ് അടിക്കണം പണ്ടത്തെ കിക്ക് കിട്ടാൻ. പിന്നെ ബ്രെയിൻ ആ ഡ്രഗ്സിന് ഡിപ്പെൻഡൻ്റ് ആവും. അതായത് ആ ഡ്രഗ്സിൻ്റെ കെമിക്കൽ ഉണ്ടെങ്കിലേ ആ ബ്രെയിനിന് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നാവും. അതായത് നമ്മൾ ഡ്രഗ്സ് ക്വിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മളുടെ തലച്ചോർ ക്വിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി ഡ്രഗ്സ് ശരീരത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിലെ പല മസിൽസും നശിപ്പിക്കും. അതുകൊണ്ട് അയാൾ വിചാരിക്കുന്ന കണക്ക് അനങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല. മാത്രമല്ല, പല ഇൻറ്റേർണൽ ഓർഗൻസിനെയും സാരമായി ഡ്രഗ്സ് ബാധിക്കും. ജെനറ്റിക്സും ഡ്രഗ്സ് അഡിക്ഷനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ചില ജീൻസ് ഉള്ളവർക്ക് നിക്കോട്ടിന് വളരെയധികം അഡിക്ഷനായിരിക്കും. പക്ഷേ ചില ജീൻ കൂടുതലുള്ളവർക്ക് കള്ളുകുടിയിൽ വലിയ ഇൻട്രസ്റ്റ് കാണില്ല. പക്ഷേ ചിലർ കള്ള് കുടിച്ചിട്ട് ക്വിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം അവരുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതേപോലത്തെ ആൾക്കാർക്ക് ഈ കള്ളുകുടിയൊക്കെ ക്വിറ്റ് ചെയ്യാൻ വളരെയധികം പാടായിരിക്കും. ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഡ്രഗ്സ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ നശിപ്പിക്കുന്നത് എന്നാണ്. ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ യങ് പീപ്പിൾസ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഇതേപോലെ നല്ല ആരോഗ്യമുള്ള ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സ്വത്ത്. ഇനി ആ രാജ്യത്തിന് എത്ര തന്നെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരില്ലാത്ത രാജ്യം നശിക്കും ഭാവിയിൽ. ഇന്ത്യയിൽ ഇഷ്ടം പോലെ യുവതലമുറകൾ ഉള്ളതിനാൽ ഇന്ത്യ വലിയൊരു രാജ്യമാകുമെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്തു ചെയ്തിട്ടാണെങ്കിലും അവരെ നശിപ്പിക്കണമെന്ന് ഇവരെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ അവർ അവരുടെ ഫാക്ടറികളിൽ ഉണ്ടാക്കി. വളരെയധികം സ്ട്രെസ്സുള്ള ഇന്ത്യൻ ജനത ഇത് ഉപയോഗിക്കുമെന്നും അങ്ങനെ ആ രാജ്യത്തിന് ഇവർ വെറും വേസ്റ്റ് മാത്രമാകുമെന്ന് ആ രാജ്യക്കാർ കരുതി. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, മറ്റു രാജ്യക്കാരുടെ പ്ലാനിൽ വീണ് വേസ്റ്റ് ആവണോ അതോ വേണ്ടയോ?